CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചു. കുറച്ച് ദിവസമായി മാധ്യമങ്ങൾ CPIMന്റെ പിറകെയാണ്. പക്ഷെ ഒന്നും പഴയ പോലെ ലഭിക്കുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? കള്ളത്തരങ്ങൾ പടച്ചു വിടുക എന്ന്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കയ്യോടെ പൊളിക്കുകയാണ് എം സ്വരാജ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ്: ലീഗിനെ കൂടെ നിർത്താമെന്ന് CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുവെന്ന് ചാനൽ മനോരമ. എന്നാൽ ലീഗുമായി കൂട്ടില്ലെന്നും ലീഗിനെ ശക്തമായി എതിർക്കുമെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതായി കടലാസ് മനോരമ ഇന്ന് ഒന്നാം പേജിൽ പ്രഖ്യാപിക്കുന്നു. ഇക്കാര്യത്തിൽ ചാനലും പത്രവും തമ്മിൽ അധികം വൈകാതെ ഒരു ധാരണയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് എം സ്വരാജിന്റെ പോസ്റ്റോടൊപ്പം 2 സ്ക്രീൻഷോട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് മനോരമ ന്യൂസ് TVയുടെ സ്ക്രീൻഷോട്ടാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലീഗിനെ കൂടെ നിർത്തുന്നതിൽ ഗൗരവ ചർച്ചയാവാമെന്ന് CPIM സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് എന്നാണ് വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ട്. അതിനുശേഷം വലിയൊരു കാർഡ് കൂടി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ലീഗിനെ കൂടെ നിർത്താം, ലീഗിനെ കൂടെ നിർത്തുന്നതിൽ ചർച്ചയാകാമെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ട്. ഇനിയും കോൺഗ്രസിൽ നിന്ന് ആള് വരുമെന്ന് പ്രതീക്ഷ. സരിനെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ പരീക്ഷണം വിജയം. ഇങ്ങനെ 3-4 വരികൾ കൂടി ഈ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും കൊടുത്തിരിക്കുന്നത് ലീഗിനെ കൂടെ നിർത്താം എന്നാണ്. അതാണ് വലിയ അക്ഷരത്തിൽ കൊടുത്തത്. ഇത് മനോരമ ന്യൂസ് TV മനോരമ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന വാർത്തയാണ്. ആ വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഫേസ്ബുക്ക് പേജിൽ എം സ്വരാജ് പങ്കുവെച്ചത്. അദ്ദേഹം മറ്റൊരു പത്രക്കട്ടിങ് കൂടി പങ്കുവെക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ലീഗുമായി കൂട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ കൊടുത്ത വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ്. ഒന്നാം പേജിൽ തന്നെ മലയാള മനോരമ ആ വാർത്ത നൽകിയിട്ടുണ്ട്. 2025 മാർച്ച് 7 വെള്ളിയാഴ്ചയിലെ ദിനപത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ ഒരു കോളം വാർത്തയായി അത് നൽകിയിട്ടുണ്ട്. CPIMന്റെ വാർത്ത ലേഔട്ട് ചെയ്തതിന്റെ കൂട്ടത്തിലാണ് ആ വാർത്തയെ കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെയാണ്: ലീഗുമായി കൂട്ടില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വീകരിച്ച ന്യൂനപക്ഷ ലൈൻ തുടരാനാണ് തീരുമാനമെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലീഗിനെയും SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരുപോലെ എതിർക്കും. അതേസമയം ലീഗ് അണികളുടെ വോട്ട് നേടാനുതകുന്ന തരത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം ചർച്ചയാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ കൊടുത്ത വാർത്ത. ആ വാർത്തയുടെ കട്ടിങ്ങാണ് സ്വരാജ് സ്ക്രീൻഷോട്ടായി ഫേസ്ബുക്ക് പേജിനൊപ്പം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്വരാജ് പറയുകയാണ്: നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തൂ എന്ന്. എന്താണ് അദ്ദേഹത്തിൻ്റെ വാചകം? സ്വരാജിന്റെ വാചകം: ഇക്കാര്യത്തിൽ ചാനലും പത്രവും തമ്മിൽ അധികം വൈകാതെ ഒരു ധാരണയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്ന്. മനോരമ ന്യൂസ് TV കൊടുക്കുന്ന വാർത്തയുടെ ഘടകവിരുദ്ധമായ വാർത്ത മലയാള മനോരമ പത്രം കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഏതാണ് ശരിയെന്ന് മലയാള മനോരമയ്ക്ക് പോലും അറിയില്ല. കിടക്കട്ടെ രണ്ടും എന്ന രൂപത്തിലാണ് അവരുടെ രീതി. ഇത് മലയാള മനോരമയുടെ മാത്രം രീതിയല്ല. എല്ലാ പത്രങ്ങളും ഏകദേശം ഇതുപോലെ തന്നെയാണ് വാർത്ത നൽകുന്നത്. എന്താണ് കൊടുക്കുന്നത് എന്ന് അവർക്ക് പോലും അറിയാത്ത രൂപത്തിൽ എന്താണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല. അത് ലഭിക്കുകയുമില്ല. അപ്പോൾ എന്താണ് വഴി? എല്ലാവരും കൂടിയാലോചിച്ച് ഒരു വാർത്ത കൊടുക്കുക എന്നതാണ് പതിവ് രീതി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോഴും ഇത്തരം മണ്ടത്തരങ്ങൾ CPIM സമ്മേളനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് എം സ്വരാജ് ചെയ്തിരിക്കുന്നത്.